ഹായ് ഹലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷേ എൻ്റെ തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷേ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും. അയ്യോ അല്ല ചേച്ചി, ഈ സബ്സ്ക്രിപ്ഷൻ ഇവിടെ കാണിക്കാത്ത എന്തോ ഉള്ളത് ഇനി അവിടെ കാണാനായിട്ട്. ആ സബ്സ്ക്രിപ്ഷനകത്ത് ആകെ പോകെ 25-30 കിലോ വരുന്ന എല്ലും തോലിനകത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തൊടയും മടയും ഒക്കെ ചേച്ചി ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമസ്കാരം. അങ്ങനെ നമ്മുടെ രേണുസുതിയുടെ കണ്ടന്റുമായിട്ടാണ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോകാം. ഞാൻ ഈ രേണുസുതിയുടെ കണ്ടന്റ് എടുക്കുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു കാര്യം പറയാറുള്ളൂ. കാരണം ചില ആളുകൾ നമ്മൾ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാറില്ല, രേണുസുതിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക്. അതുകൊണ്ടാണ് പുള്ളിക്കാരത്തിയുടെ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങൾ പുള്ളിക്കാരത്തി റീച്ചിന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളെക്കുറിച്ചാണ് നമ്മൾ, ആ പേക്കൂത്തുകളെക്കുറിച്ചാണ് വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് മുൻപേറെ അങ്ങോട്ട് പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാണാൻ ശ്രമിക്കുക, അല്ലാത്ത വശം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ രേണുസുതി ചേച്ചി അങ്ങനെ എന്താ പറയുന്നത്, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുകയാണ് മക്കളെ, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. പുള്ളിക്കാരത്തിക്ക് ഇനി അങ്ങനെ ഒരു ആവശ്യം കൂടെ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം ഓൾറെഡി എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഓൾറെഡി എല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളൊക്കെ ഉദ്ദേശിച്ചേക്കുന്ന പോലെ പുള്ളിക്കാരത്തി ഇനി അടുത്ത മെമ്പർഷിപ്പിലേക്ക് കടക്കുക എന്നുള്ളൊരു ചെറിയ സൂചനയൊക്കെ ഉണ്ടായിരുന്നു. അതേതായാലും ശരിയായി. പുള്ളിക്കാരത്തി ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു പണം അവരെത്രയാണോ ഒരു എമൗണ്ട് പറയുന്നത്, ആ എമൗണ്ട് നമ്മൾ അവരുടെ അക്കൗണ്ടിലേക്ക് അടച്ചു കഴിയുമ്പോൾ അവരുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള കണ്ടന്റുകൾ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ എന്ത് എക്സ്ക്ലൂസീവ് അല്ലേ, കാണാവുന്നതിൻ്റെ അപ്പുറം കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. വട ഒക്കെ ഓൾറെഡി എല്ലാം കാണിച്ചു. എല്ലാവരും നല്ല അത് എടുത്ത് നിർത്തി പൊരിച്ച ലെവലിൽ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അത്രയും വിവാദമാക്കിയ ഒരു വിഷയമായി മാറിയിരിക്കുന്നു. അങ്ങനെ എല്ലാം തുറന്ന് കാണിച്ച് നാക്കിനെല്ലില്ലാത്ത രീതിയിൽ സംസാരിച്ച ഇനിയും പുള്ളിക്കാരത്തി ഇനി എന്താണ് ഇതിൽ കൂടുതൽ എക്സ്ക്ലൂസീവായിട്ട് കാണിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും മണ്ടന്മാരായിട്ടുള്ള ആളുകൾ ഈ പൈസ മുടക്കി രേണു ചേച്ചിയുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ കൂടുതൽ കാണാൻ ശ്രമിക്കുക. ഇനി ഇവിടെ ഉള്ളതിനേക്കാളും കൂടുതൽ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇപ്പോൾ എല്ലാം കൂടുതലും വെച്ചുകെട്ടാണ്. ഇനി എന്താണ് സംഭവം എന്നറിയത്തില്ല. എന്തായാലും ചേച്ചി തുടങ്ങാൻ പോകുന്നു എന്ന് ഉള്ള ഒരു സന്തോഷ വാർത്ത ജനങ്ങളോട് പങ്കുവെച്ചിരിക്കുകയാണ്. ഇനി ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇനി ചേച്ചി സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുകയാണ്. ഇപ്പം എന്തായാലും മുമ്പോട്ട് നല്ല ഇതിൽ പുരോഗമിച്ച് പോകട്ടെ എന്ന് ഉള്ള ആശംസകൾ നേരുകയാണ്. അപ്പോൾ അങ്ങനെ രേണുസുതിയുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ വരാനിറങ്ങുകയാണ്. ഇനിയും പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി ആൽബത്തിൻ്റെ പേരിൽ നടന്നിരിക്കുന്ന ഓരോ പ്രഹസനങ്ങൾ, എന്താ കെട്ടിപ്പിടുത്തം, എടുത്തുപൊക്കൽ, അങ്ങനെ ഒന്നല്ല രണ്ടല്ല 3 നായകന്മാരുടെ മാറിയുള്ള പെടാപ്പാടൊക്കെ കണ്ട് അവരൊക്കെ ക്ഷീണിച്ചു. പുള്ളിക്കാരത്തിയും ക്ഷീണിച്ചു. എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ വയറ് നിറച്ച് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങളും കേട്ടു. അതോടുകൂടി ആൽബത്തിൻ്റെ ആൽബം എല്ലാം മടക്കി വെച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇനി അടുത്ത ലെവലിലേക്ക് പുള്ളിക്കാരത്തി ഇനിയും അടുത്ത എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയിട്ടെന്നുള്ള ലെവലിലേക്ക് ഇനിയും സബ്സ്ക്രിപ്ഷൻ പരിപാടിയിലേക്ക്, ആ ഒരു ചവിട്ടുപടിയിലേക്ക് പോകാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇനിയിപ്പം യൂട്യൂബിലും വരുമോ എന്നറിയത്തില്ല. എന്തായാലും ചേച്ചിയുടെ തുടക്കം ഇനി ഇൻസ്റ്റഗ്രാമിലാണ്. അതിൽ പോയി എല്ലാവിധ സപ്പോർട്ടുകളും ന്യായമ്പന്മാരായിട്ടുള്ള വ്യക്തികൾ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാവുന്നതാണ്, വീട്ടിലെ പെണ്ണുങ്ങളുടെ സൗന്ദര്യമൊന്നും ആസ്വദിക്കാൻ ആർക്കും നേരമില്ല. അയൽപക്കക്കാരൻ്റെ വീട്ടിലത്തെ പെണ്ണുങ്ങൾ കറുത്തിട്ട് ഇരുണ്ടിട്ട് തടിച്ചിട്ട് ഒക്കെ ഇരുന്നാലും അതിനായിരിക്കും സൗന്ദര്യം കൂടുതൽ എന്നുള്ള ലെവലിലേക്കാണ് പോയിരിക്കുന്നത്. വലിപ്പം കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് വെച്ച് കെട്ടുന്നതാണെന്നോ, അല്ലെങ്കിൽ ഇപ്പം മാർക്കറ്റിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ അറിയാമായിട്ടും വെറും മണ്ടന്മാരായിട്ട് അയൽപക്കക്കാരൻ്റെ വീട്ടിലേക്കാണ് ഇപ്പം എന്താ പറയുന്ന ആളുകളുടെ നെട്ടോട്ടം എന്ന് പറഞ്ഞതുപോലെ ഇനി ഈ ചേച്ചി കാണാവുന്നതിൻ്റെ അപ്പുറം കാണിക്കുകയും സംസാരിക്കുകയും പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി അവിടെ
കാണിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല. കൂടുതലായിട്ടുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റുകളുമായിട്ട് വരും എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരാൾ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ആ ചേട്ടൻ്റെ സംസാരം കേട്ടപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ചിരിയാണ് വന്നത്. കാരണം പുള്ളി പറഞ്ഞിരിക്കുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും നിങ്ങൾ ആ ഒരു കാര്യം എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ കാണാം. അയ്യോ അല്ല ചേച്ചി, ഈ സബ്സ്ക്രിപ്ഷൻ ഇവിടെ കാണിക്കാത്ത എന്തോ ഉള്ളത് ഇനി അവിടെ കാണാനായിട്ട്. ആ സബ്സ്ക്രിപ്ഷനകത്ത് ആകെ പോകെ 25-30 കിലോ വരുന്ന എല്ലും തോലിനകത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തൊടയും മടയും ഒക്കെ ചേച്ചി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി കാശ് കൊടുത്ത് കയറി വന്നങ്ങോട്ട് അതിനകത്ത് കാണാൻ വേണ്ടി എന്തോ ആയിരിക്കുന്നേ. നമ്മള് ഒരു സൂവില് പോയിട്ട് നമ്മൾ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ആ സൂവിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കാണണം. ആഫ്രിക്കൻ ചിമ്പാൻസികളോ ആഫ്രിക്കൻ ആനക്കോണ്ടയോ ആഫ്രിക്കൻ ജിറാഫുകളോ അങ്ങനെയുള്ള കൗതുകകരമായിട്ടുള്ള ബെഡ ഐറ്റംസ് ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കാശ് കൊടുത്ത് കയറി കാണാൻ ഒരു കൗതുകം തോന്നും. അല്ലാതെ ഈ നമ്മുടെ നാട്ടിൽ പുറത്തുള്ള ഈ പല്ലീനെയൊക്കെ കാണാൻ, പല്ലീനെയും പാറ്റാനെയും പഴുതാരേനെയും കാണാൻ വേണ്ടി ആരെങ്കിലും കാശും കൊടുത്ത് അകത്തോട്ട് കയറുവോ? ചേച്ചി കാണിക്കാനും കാണാനുള്ളതൊക്കെ ഇവിടെ തന്നെ ഉള്ളത് കാണിച്ചിട്ടുണ്ട്. ഈ കാശ് കൊടുത്ത് കയറിയിട്ട് കാണാൻ വേണ്ടിയുള്ള അത്ര ദാരിദ്ര്യം പിടിച്ചവന്മാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതും സുധിച്ചേട്ടന് വേണ്ടി ആയിരിക്കും അല്ലേ? സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു റിലാക്സേഷൻ ഉള്ളത്. നായകന്റെ കൂട്ടത്തിലുള്ള ആ വടയെ കുറിച്ചുള്ള ഒരു സംഭാഷണവും അതിനുശേഷം അവരുടെ അടുത്ത് ഇന്റർവ്യൂവിന് വന്ന ആ മീഡിയക്കാരൻ വന്ന് ചോദിക്കുന്ന ഈ അലവലാതി ചോദ്യങ്ങളും ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ആളുകൾക്ക് അങ്ങേയറ്റം രേണുസുധിയോടുള്ള ആ ഒരു ഇഷ്ടത്തിന് കോട്ടം വന്നിരിക്കുകയാണ്. അത് ഇവർക്കറിയാം, ഇവർ നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമേ ഇവർ റീച്ച് ആവുള്ളൂ എന്നുള്ള കാര്യം ഇവർക്ക് നല്ല സ്പഷ്ടമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ മനഃപൂർവ്വം നെഗറ്റീവ് കാണിച്ച് കൂട്ടുന്നത്. കാരണം വീട്ടിൽ പ്രതികരിക്കാൻ ആളില്ല. ഒരു മകനുള്ളത് കിച്ചു എന്ന് പറഞ്ഞ 10-21 വയസ്സായ, അവനും യാതൊന്നും മിണ്ടാട്ടമില്ല. അപ്പനും അമ്മയും ഇതെല്ലാം തമാശ ലെവലിലാണ് കാണുന്നത്. പിന്നുള്ളത് ഒരു കൊച്ചു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഒന്നും തിരിച്ചറിവ് ആയിട്ടുള്ള പ്രായം ആയിട്ടുമില്ല. അപ്പോൾ പിന്നെ പുള്ളിക്കാരത്തിയോട് എന്തെങ്കിലും ചോദ്യം ചെയ്താൽ പറയുന്നത്, ഞാൻ വീട്ടിലിരിക്കാൻ, എന്നാൽ നിങ്ങൾ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്ക് എന്ന്. പക്ഷേ നമ്മൾ അഭിനയിക്കുന്നതിൽ ആൽബം കാര്യങ്ങളൊക്കെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. അതിനൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതുപോലുള്ള വേണ്ടാധീനങ്ങൾ പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ആളുകൾക്കിടയിൽ ഇവരെ വിമർശനത്തിനിടയായത്. ഈ പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടത് തന്നെയില്ലേ, ചേച്ചി കാണിക്കാവുന്നതിനപ്പുറം എല്ലാം കാണിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തോന്ന് കാണിക്കാൻ എന്ന് ചോദിച്ചേക്കുന്നത്. അത്രയധികം പരിഹസിച്ചാണ് സംസാരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം നമ്മൾ പ്രായപൂർത്തിയായവർ മാത്രമല്ല ഇത് കാണുന്നത്. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ വരെയും ഈ കുട്ടികൾ വരെ ഇതെല്ലാം കാണുന്നത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ്. ഈ സോഷ്യൽ മീഡിയ എപ്പോഴും ഇവരെല്ലാം ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. ഇങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വേണ്ടാതീനം സംസാരം, ഡബിൾ മീനിങ്ങുകൾ, അതുപോലെ തന്നെയുള്ള ഇങ്ങനത്തെയുള്ള ഈ അഴിഞ്ഞാടിയ രീതിയിലുള്ള ഈ ഷൂട്ടിങ്ങെന്നും ആൽബമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഈ പേക്കൂത്തുകൾ, ഇതൊക്കെ ഇപ്പോൾ വരുന്ന സമൂഹത്തിനെയാണ് ഇത് വളരെയധികം ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇവരുടെ കാര്യങ്ങൾ വിമർശനത്തിന് കാരണമാകാൻ ഇടയായി വന്നിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് രേണുവിനോടുള്ള ആ ഒരു പഴയ സപ്പോർട്ട് ഇപ്പോൾ ഇല്ലാതായി മാറിയിരിക്കുന്നതെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറേയൊക്കെ മാറി നിൽക്കുമായിരിക്കും. ഇനി ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ പരിപാടിയായിട്ട് പോയേക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള വേണ്ടാതീനം പറച്ചിൽ ഇനിയും നമുക്ക് സോഷ്യൽ മീഡിയയിൽ അധികം കാണാൻ സാധിക്കുകയില്ലായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകളുടെ ഇനിയിപ്പോൾ ആ ഒരു വഴിയിൽ വരുമാനം കിട്ടുന്നതുകൊണ്ട് ഇനിയും പുള്ളിക്കാരത്തി ചിലപ്പോൾ ഇനിയിപ്പം അതായിരിക്കും കൂടുതലും കൂടുതലും അതിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഈ ഒരു രീതിയിലുള്ള വേലത്തരങ്ങളും അലവലാതിത്തരങ്ങളും ഒന്നും കാണാൻ ഇടയാകാൻ കുറച്ച് നാളത്തേക്കിന് റെസ്റ്റ് കൊടുത്തേക്കുവാണെന്ന് തന്നെ കരുതുന്നു. അത് വളരെയധികം സമാധാനവും സന്തോഷവും ആ ഒരു വാർത്ത കേട്ടതിൽ. ഇനിയിപ്പം പൈസ കൊടുത്ത് കീശയിൽ നിന്ന് പൈസ കുറേ അവന്മാരുടെ പോകും, അവന്മാർ പഠിച്ചോളും, അവന്മാർ അനുഭവിച്ചോളും. അപ്പോൾ നമ്മൾ ഇനിയും ഈ ഒരു കാര്യങ്ങൾ കേൾക്കേണ്ടി വരികയില്ലായിരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ആളുകൾ തന്നെ ഇങ്ങനെ കളിയാക്കി
തുടങ്ങിയിരിക്കുന്നത് തന്നെ ഇവരുടെ കയ്യിലെ പ്രവൃത്തി കൊണ്ടും അവരുടെ ഈ കയ്യിലിരിപ്പ് കൊണ്ടൊക്കെ കൊണ്ട് തന്നെയാണ്. ഇവരുടെ അടുത്തൊരു മീഡിയക്കാർ വന്നാൽ തന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും അത്രയും ഒരു ലോക്കൽ ആളുകളോട് സംസാരിക്കുന്ന ലെവലിലുള്ള ചോദ്യങ്ങളാണ്. അതിനനുസരിച്ച് ഇവർ കുണുങ്ങി ചിരിച്ചുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. എന്നാൽ എന്തോരം സെലിബ്രിറ്റികളുണ്ട്, അവരുടെ അടുത്തൊന്നും ഇങ്ങനത്തെ ആഭാസ വർത്തമാനമായിട്ട് ഒരു മീഡിയക്കാരനും ചെല്ലുകയില്ല. അന്തസ്സുള്ള ആളുകളുടെ അടുത്ത് ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ ഒന്നേ ചോദിക്കുകയുള്ളൂ. പിന്നെ അവന് ആ ഭാഗത്തേക്ക് പിന്നെ പ്രവേശനം കാണുകയില്ല. ഇത് പക്ഷേ അങ്ങനെയൊന്നുമല്ല. പുള്ളിക്കാരത്തി ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും ഉറങ്ങുന്നിടത്തും തിന്നുന്നിടത്തും ഡ്രസ്സ് മാറുന്നിടത്തും എല്ലായിടത്തും ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് ആളുകൾക്ക് സർവ്വ സ്വാതന്ത്ര്യവുമാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇവർ മനഃപൂർവ്വം അവരെ കൊണ്ട് ചോദിപ്പിക്കുന്നതാണോ എന്താണെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ? ഈ ഒരു സ്ത്രീക്ക് അതുമില്ല. ഇപ്പം അങ്ങനെ ശീലിച്ച് പുള്ളിക്കാരത്തിയുടെ തൊലിക്കെട്ടി എന്ന് പറഞ്ഞാൽ അപാരം തന്നെയാണ്. കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടി തന്നെയാണ്. യാതൊരു കൂസലുമില്ലാതെ അവർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. പക്ഷെ എന്നാൽ ആരെങ്കിലും ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് പ്രതികരിച്ചാലോ അത് അറിയുകയും ചെയ്യും, അതിനെക്കുറിച്ച് റിയാക്ഷൻ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് പറയുന്നത് ഞാൻ ഒരു ആൾക്കാർ വീഡിയോ ഇടുന്നതിനെക്കുറിച്ച് കാണാറേ ഇരുന്നു, പക്ഷെ മൊത്തം കുത്തിയിരുന്ന് പുള്ളിക്കാരത്തിയെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ അന്നേരം ആ പുള്ളിക്കാരത്തി അത് കാണുകയും ചെയ്യുന്നുണ്ട്, കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തി അതിനെക്കുറിച്ച് റിയാക്ഷൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതെന്തും ആയിക്കോട്ടെ. പക്ഷെ എന്തോരം പറഞ്ഞാലും ഇവർ ആ ഒരു എന്താന്ന് പറഞ്ഞാൽ അവർ നമ്മൾ പറഞ്ഞാൽ അതൊന്നും അത് ഏറ്റെടുക്കുകയില്ല. അവർ ഈ ഒരു ഇത് തന്നെ അവരുടെ ഒരു രീതി ഒന്നും കൂടെ നെഗറ്റീവ് വരുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഓരോ ദിവസം ചെല്ലുന്തോറും ശ്രമിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയായിട്ട് പോകുന്നതുകൊണ്ട് ഇനിയിപ്പം കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള പേക്കൂത്തുകൾക്ക് വിശ്രമം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയ തുറന്നാൽ ഈ രേണുസുധിയുടെ ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതുപോലുള്ള ആൽബം എന്തുമാത്രം നല്ല ആൽബങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൽബങ്ങൾ അഭിനയിക്കുകയാണെങ്കിൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ഇതുപോലത്തെ ഒരു വേണ്ടാത്ത തരത്തിലുള്ള ആളുകൾക്ക് കാണാൻ പോലും പാകത്തിന് അല്ലാത്ത സൈസുള്ള രീതിയിലുള്ള വളരെയധികം റൊമാൻറ്റിക്കായിട്ട് കാണിക്കുന്ന ആഭാസ തരങ്ങളിലുള്ള പോലെയുള്ള വീഡിയോകൾ അതാണ് എടുത്തു വെച്ച് ആളുകൾ പ്രതികരിച്ച് ഏപ്പടം ലെവൽ പോലെയുള്ള ആൽബം ആയിരുന്നു ഇവരുടെ ചിത്രീകരണം എന്നുള്ളത് രീതിയിൽ പരാമർശങ്ങൾ വന്നതും അതിനുള്ള ഇടയാക്കിയത് ഇവർ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ കൊടുക്കുമ്പോൾ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയില്ല. മാന്യമായിട്ടുള്ള കാണാൻ ആസ്വദിക്കാവുന്ന കുടുംബമായിട്ടൊക്കെ കാണാൻ ആളുകൾക്ക് കുടുംബത്തിലുള്ള ആളുകൾക്കും ഒക്കെ കുട്ടികൾക്കും ഒക്കെ കാണാവുന്ന രീതിയിലുള്ള അഭിനയമാണെങ്കിൽ നമുക്കതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ആ ഒരു ലെവലല്ല. ഇവരെ സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കിന് ഇവർ തലയിൽ കയറി നിരങ്ങുന്ന രീതിയിലുള്ളതാണ്. വന്ന വഴിയൊന്നും അവർക്ക് അറിയത്തില്ല. ഇപ്പം തല പറന്ന് എണ്ണ തേക്കുന്ന ഒരു ലെവലിലേക്കാണ് രേണുസുധിയുടെ പോക്ക്. അതുകൊണ്ടാണ് അവർക്ക് റീച്ച് ഇപ്പം കിട്ടാത്തതും. പിന്നെ അവർ നെഗറ്റീവ് എത്രത്തോളം വരുത്തി തീർക്കാവുന്നതനുസരിച്ച് അവർ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാലും അവർക്കത് വിഷയമല്ല. ഇപ്പോൾ അടുത്ത ചവിട്ടുപടി ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം കുറച്ച് നാളത്തേക്കിന് ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ ഇപ്പം കാണിച്ചു കൂട്ടിയുള്ള കോപ്രായങ്ങളൊക്കെ കുറച്ച് നാളത്തേക്കിന് കാണുകയില്ലെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും എന്നൊരു സമാധാനം കൂടിയുണ്ട്. ഇനിയിപ്പം പൈസ മുടക്കുന്നവൻ ഇങ്ങനത്തെ പേക്കൂത്തുകൾ കണ്ടാൽ മതിയല്ലോ. ഏതായാലും പുള്ളിക്കാരത്തിയുടെ മെമ്പർഷിപ്പ് പരിപാടി ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങിയിരിക്കുന്നു എന്നൊരു വാർത്ത അറിയാൻ സാധിച്ചു. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.